ഇവരെന്തെല്ലാമാണ് ചെയ്യുന്നത്? ഞങ്ങൾ പയ്യന്നൂരിലെത്തി. അവിടെ നോക്കിയപ്പോ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പാണ്. CPM ഇപ്പോൾ രക്തസാക്ഷി ഉണ്ടാകുന്നത് ലോട്ടറി അടിക്കുന്ന പോലെ. കാരണം അവന്റെ പേരിൽ ഫണ്ട് പിരിച്ചു മാറ്റാം. അവിടെ അത് ചൂണ്ടിക്കാണിച്ച ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് 3 CPM നേതാക്കൾ ജയിലിൽ കിടക്കാം. സ്വർണം കവരുക മാത്രമല്ല ചെയ്തത്, അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം അങ്ങനെ തന്നെ എടുത്തുകൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു. കോടികൾക്ക്. കോടീശ്വരനെയും പറ്റിച്ചു. കോടീശ്വരനോട് ഒരു കട്ട മുതലാന്ന് പറയാൻ അയാൾ മേടിക്കോ? ആ കോടീശ്വരനെയും പറ്റിച്ചു. എന്നിട്ടൊരു വ്യാജ ചെമ്പിലൊരെണ്ണം ഉണ്ടാക്കി അതും കുറച്ച് സ്വർണം പൂശിക്കൊണ്ട വെച്ചു 2019. എന്നിട്ട് 2024 ഇത് ആരും അറിഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ കോടതി പറഞ്ഞു വീണ്ടും ഇത് വിൽക്കാൻ വേണ്ടി നോക്കി. അപ്പോഴാണ് കോടതി ഇടപെട്ടത്. അങ്ങനെ കട്ട അയ്യപ്പന്റെ സ്വർണം കട്ട 3 പേർക്കെതിരായി, 3 നേതാക്കന്മാർക്കെതിരായി ഒരു നടപടി എടുത്തില്ല. രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റിയ എന്ന് പറഞ്ഞ പാർട്ടിക്കാരനെതിരായി നടപടി. എന്തൊരു വൈരുദ്ധ്യമാണ്! എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറഞ്ഞ ഇതാണ്. ഈ ആളെ പറ്റിക്കല്ല. അഭിമന്യുവിന്റെ ഫണ്ട് അടിച്ചു മാറ്റി. എവിടെ? കൊച്ചിയിൽ. തിരുവനന്തപുരത്ത് വിഷ്ണു എന്നുള്ള രക്തസാക്ഷി ഉണ്ടായിരുന്നു, ചെറുപ്പക്കാരൻ, മരിച്ചു. ആ രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റി. ഞാൻ 5-ാം തീയതി പുതുയുഗ യാത്രയ്ക്കായി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് CPM-ന് വേണ്ടി രക്തസാക്ഷിയായ വിഷ്ണുവിന്റെ കുടുംബം കോൺഗ്രസിൽ ചേർന്ന് മെമ്പർഷിപ്പ് കൊടുത്തിട്ടാണ് വന്നത്. രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ പോലും വെറുക്കുന്ന പാർട്ടിയായി കേരളത്തിലെ CPM മാറിയിരിക്കുന്നു. നമ്മുടെ ഗോവിന്ദ മാഷ് പറഞ്ഞത് ഇനി മൂന്നാമത് കൂടി വന്നാൽ കേരളത്തിൽ പാവങ്ങൾ എന്നുള്ള വാക്ക് മറ്റേ നിഘണ്ടുവിൽ നിന്ന് എടുത്തു മാറ്റണമെന്നാണ്. ഏത് ലോകത്തുകൂടിയാണ് ഇദ്ദേഹം യാത്ര ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് ഭൂമിയിലേക്ക് ഒന്ന് ഇറങ്ങി വരാൻ പറഞ്ഞത് കേരളമാണ്. മണ്ണൊന്ന് കാലിൽ കുത്തി നോക്കട്ടെ എന്ന് പറഞ്ഞു. CPM ആണ് നശിപ്പിച്ചിട്ടാണ്, കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് ഈ വർത്തമാനം പറയുന്നത്. ഇവിടെ ദാരിദ്ര്യം ഇല്ല എന്ന് പറയാ. പ്രചരിപ്പിക്കുകയാണ്, പ്രചരണമാണ്, എല്ലാ തരത്തിലും പ്രചരണമാണ്. ഞാൻ ചോദിക്കട്ടെ, 2021 ഇവർ വന്നു. ഇവർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞു 1600 രൂപയുടെ പെൻഷൻ 2500 രൂപയാക്കുമെന്ന് പറഞ്ഞു, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. 4.25 കൊല്ലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. കൂട്ടിയോ? ഈ ഇലക്ഷന്റെ, ലോക്കൽ ബോഡി ഇലക്ഷന്റെ തലയാഴ്ച 400 രൂപ കൂട്ടിയത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ നിങ്ങൾ പരിശോധിക്കരുതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. ജനങ്ങൾ എന്ത് ചെയ്തു? ആ 400 രൂപ മേടിച്ച് പോക്കറ്റിലിട്ടു, പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ട് ചെയ്തു. അതാണ് ഇടുക്കിയിലെ സഖാവ് MM മണി പറഞ്ഞ കൊള്ളരുതാത്തവന്മാര് ഞങ്ങളുടെ കാശും മേടിച്ചിട്ട് UDF പോയി വോട്ട് ചെയ്തു. മണി സഖാവെ, അവർ കൊള്ളരുതാത്തവന്മാരായിട്ടല്ല, നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരായിട്ടാണ്. അവർക്കറിയാം ഈ 2 മാസമേ LDF പെൻഷൻ തരുള്ളൂ. അടുത്ത 5 കൊല്ലം അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് UDF ആണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം അവർക്കുണ്ട്. ഒരു സംശയവും വേണ്ട. ഇപ്പൊ ഇവിടെ എന്താ? ജയിലിലുള്ളവർക്കാണ് സുഖം, പുറത്ത് ഉള്ളവർക്കാണ് പാട്. ജയിലില് TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ഞങ്ങൾ നോക്കിയപ്പോൾ 1000-ത്തിലധികം ദിവസം പരോള്. എന്നാലോചിച്ച്, പരോള് കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മരിക്കണം, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് സീരിയസ് ആയി അസുഖം വന്നാൽ. ഇവന്റെയൊക്കെ ബന്ധുക്കൾ 1000 ദിവസം മരിച്ചു വരാം. 1000 ദിവസം പരോള് കൊടുക്കുക. ഇനി ജയിലിലാണെങ്കിൽ അതിനേക്കാളും നല്ല സുഖം. CPM-കാർക്ക് ഇവന്മാരെ പേടിയാണ്. അതുകൊണ്ട് ലേറ്റസ്റ്റ് ഫോൺ ഇപ്പൊ iPhone 17 ആണ് അല്ലേ? അവരോട് ചോദിച്ചറിയാം. 70 അതാണ് അവന്മാരുടെ കയ്യിലിരിക്കുന്നത്. ഭക്ഷണം തലേ ദിവസം പറയും ജയിലിൽ. രാവിലെ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ചൈനീസ്, രാത്രി തണ്ടൂരി ചിക്കൻ. മറ്റേ സാധനം തലയാഴ്ച കൊടുക്കും, ബ്രാൻഡ്. അത് അവിടെ എത്തിച്ചു കൊടുക്കും, ഇവന്മാർ എഴുതി കൊടുക്കും. പുറത്തേക്ക് കൊണ്ടുപോയാൽ, വേറെ കോടതി കൊണ്ടുപോയാൽ 5 നക്ഷത്ര ഹോട്ടലിൽ മദ്യവും ഭക്ഷണവും. എന്താ കാര്യം എന്നറിയോ? ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ഇവരെപ്പോഴും പാർട്ടിക്കാരെ പേടിപ്പിക്കും. ഞങ്ങൾ ആ ഗൂഢാലോചന പുറത്തു വരും. അത് പുറത്തു പറഞ്ഞാൽ ഇപ്പൊ സ്റ്റേറ്റുകാരിൽ നടക്കുന്ന പലരും ജയിലിൽ പോകും. അതുകൊണ്ട് അവരെ പേടിച്ചിട്ടാണ് അവർ ഫോൺ ചോദിക്കുമ്പോൾ ഫോൺ, ഭക്ഷണം ചോദിക്കുമ്പോൾ ഭക്ഷണം ഒക്കെ ആയിട്ട് പോകുന്നത്. പിണറായി വിജയന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ട് ഞാൻ ഞെട്ടി. കഴിഞ്ഞ ദിവസം പുതിയ സാങ്കേതിക വിദ്യ കേരളം സ്വീകരിച്ചു കഴിഞ്ഞു.
ഞാൻ നോക്കിയിട്ട് എങ്ങും കാണാനില്ല. പിന്നെയാണ് ഒരു വാർത്ത വരുന്നത്, ജയിലിൽ കിടക്കുന്ന തടവുകാർ പരോൾ കിട്ടാൻ വേണ്ടി DIGക്ക് ഗൂഗിൾ പേയിൽ കൈക്കൂലി കൊടുത്തത്. അപ്പൊ ഗൂഗിൾ പേയിൽ കൈക്കൂലി അയച്ച് സാങ്കേതിക വിദ്യ കരസ്ഥമാക്കിയ ലോകത്തെ ആദ്യത്തെ സ്ഥലമാണ് പിണറായി വിജയന്റെ. ഗൂഗിൾ പേയിലാണ് ഇപ്പൊ കൈക്കൂലി. അതാണ് സാങ്കേതിക വിദ്യ സ്വീകരിച്ചു എന്ന് പറയുന്നത്. എന്ത് നാടാണ്? എങ്ങനെയായി ക്രിമിനലുകളും ഗുണ്ടകളും മയക്കുമരുന്നും മാഫിയയും അഴിഞ്ഞാടുന്ന കേരളം? ആ കേരളത്തെ നമുക്ക് രക്ഷിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.